Hello, I'm Dr. Anita Joseph, fetal medicine specialist at the Fetal Lounge കോട്ടയം. ഞങ്ങൾക്ക് പലപ്പോഴും റെഫറൽസ് വരുന്നത് ഫീറ്റൽ എക്കോയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയമായിരിക്കും, എന്താണ് ഈ ഫീറ്റൽ എക്കോ? ഫീറ്റൽ എക്കോ എന്ന് വെച്ചാൽ ഫീറ്റൽ എക്കോ കാർഡിയോഗ്രഫി, അതായത് കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡി അൾട്രാസൗണ്ട് ഉപയോഗിച്ചിട്ട്. ഇതിനൊരു സ്പെഷ്യൽ റെഫറൽ വേണ്ടി വരുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ഹാർട്ട് സ്റ്റഡി ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അനങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിന് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാർട്ടിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കണമെങ്കിൽ കുറച്ച് പേഷ്യൻസ് വേണം, നല്ല എക്വിപ്മെൻറ്റ് വേണം, അതിൻ്റെതായിട്ടുള്ള ഒരു ട്രെയിനിങ്ങും വേണം. പലപ്പോഴും സാധാരണ രീതിയിൽ സ്കാൻ ചെയ്യുന്നവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവാറില്ല. എല്ലാ സ്ട്രക്ചേഴ്സും കണ്ടിട്ടുണ്ടോ, ഹാർട്ടിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ തെളിഞ്ഞ് കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്ക് നമുക്കറിയാം ഹാർട്ട് പ്രോബ്ലംസ് വരാൻ സാധ്യത കൂടുതലാണെന്ന്. അല്ലെങ്കിൽ വേറെ ചില മരുന്നുകൾ എടുക്കുന്ന കാരണം ഹാർട്ട് പ്രോബ്ലംസ് വരാൻ റിസ്ക് കൂടുതലായേക്കാം. അല്ലെങ്കിൽ അമ്മയ്ക്കോ സിബ്ലിങ്സിനോ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടായേക്കാം. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളാൽ ഹാർട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുമ്പോഴാണ് ഫീറ്റൽ എക്കോയ്ക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്യുന്നത്. ഫീറ്റൽ എക്കോയ്ക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കുഞ്ഞിൻ്റെ പൊസിഷന് മേൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതായത് കുഞ്ഞ് നേരെ കിടക്കുവാണെങ്കിൽ, നമ്മളെ ഫേസ് ചെയ്ത് കിടക്കുവാണെങ്കിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് നമുക്ക് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യാൻ പറ്റും. എന്നാൽ കമന്ന് കിടക്കുവാണെങ്കിൽ ബാക്കിലെ ബോൺസിൻ്റെ ഷാഡോ കാരണം കുഞ്ഞിൻ്റെ ഹാർട്ട് നല്ലോണം നമുക്ക് കാണാൻ പറ്റാറില്ല. അപ്പോൾ ഫീറ്റൽ എക്കോ സമയമെടുത്ത് ചെയ്യേണ്ട സ്കാനാണ്, ധൃതി പിടിച്ച് ചെയ്യേണ്ട സ്കാനല്ല. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ സ്കാൻ ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് വരരുത്. ചിലപ്പോൾ നല്ലൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായേക്കാം. പിന്നെ ഇത് എപ്പോഴാണ് ചെയ്യേണ്ട സമയം? ഇപ്പോൾ പുതിയ ടെക്നോളജിയൊക്കെ ഉള്ള കാരണം നമുക്കൊരു 14-16 ആഴ്ച തൊട്ട് തന്നെ ഹാർട്ട് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇൻഫാക്ട് NT സ്കാൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് അത്യാവശ്യ കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്നാലും ഐഡിയൽ ടൈം ഫോർ ഫീറ്റൽ എക്കോ എന്ന് ചോദിച്ചാൽ 20 ആഴ്ചയും 22 ആഴ്ചയുടെ ഇടയ്ക്കായിരിക്കും. ഈ സമയത്താണ് ചേമ്പേഴ്സ്, അതായത് ഹാർട്ടിൻ്റെ ഓരോ അറകൾ കുറച്ച് വലുതായിട്ട് കാണുന്നത്, വാൽവ്സ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നത്, ബ്ലഡ് വെസൽ സ്റ്റഡി ചെയ്യാൻ പറ്റുന്നത്. ചെറിയ ഹാർട്ടായാൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. കുഞ്ഞ് വലുതാവും തോറും നമുക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. അപ്പോൾ ഐഡിയൽ ടൈം 20 to 22 വീക്സ് ആണ്. പിന്നെ ഫീറ്റൽ എക്കോയിൽ ചില കാര്യങ്ങൾ മിസ് ചെയ്യാം. ഹാർട്ടിലെ ചെറിയ കാര്യങ്ങൾ കാണാൻ പാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹാർട്ടിലെ ചെറിയ ഹോൾ അല്ലെങ്കിൽ വാൽവിൽ വരുന്ന ചുരുക്കങ്ങൾ, ഇത് ഭാവിയിലും വന്നേക്കാം. അതായത് 22 വീക്സിൽ ഇല്ലാത്ത ഒരു അസുഖം ചിലപ്പോൾ 7-ാം മാസത്തിലായിരിക്കും അറിയുന്നത്. പിന്നെ ചില ഹോളൊക്കെ ഫീറ്റസിൽ നോർമലി കാണും. അത് കുഞ്ഞിന് വേണം, ആ ഹോൾ ജനിച്ചു കഴിഞ്ഞിട്ടാണ് അടയേണ്ടത്. ഫോർ എക്സാമ്പിൾ ASD അല്ലെങ്കിൽ PDA, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാറില്ല. പലപ്പോഴും പേഷ്യൻസ് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അമ്മയ്ക്ക് ASD ഉണ്ട്, ഇപ്പോൾ കുഞ്ഞിന് ASD ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. ASD എല്ലാ കുട്ടികൾക്കും കാണും. ഇത് ഡെലിവറി കഴിഞ്ഞ് തന്നെ അടയേണ്ടതാണ്. അത് ഡെലിവറി കഴിഞ്ഞിട്ട് ചില ഡയഗ്നോസിസ് ഒക്കെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാറുള്ളൂ. എന്നാലും ഫീറ്റൽ എക്കോയിൽ ക്രിട്ടിക്കൽ കാർഡിയാക് കണ്ടീഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ പ്ലീസ് ഗെറ്റ് എ ഫീറ്റൽ എക്കോ ഡൺ.